ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നിവിടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡായിട്ട് അവിടെ ചെയ്ത് കാണിക്കുന്നത്. ക്യാമറ പിടിച്ചത് ഞാനാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വഴുതനങ്ങ ഇടാം അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. വഴുതനങ്ങ നിങ്ങൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതിനൊരു കറ പോലൊരു സാധനമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കറുപ്പ് പോലെ നിറം മാറണ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഇങ്ങനെ മുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ തക്കാളി ഇതിനകത്ത് ചേർക്കുന്നത്, നമ്മൾ വഴുതനങ്ങ എപ്പോൾ കറി വെച്ചാൽ അതിന് പുളി ചേർക്കണം. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ചുള വെളുത്തുള്ളി രണ്ടായി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് 3-4 പച്ചമുളക് രണ്ടായി കീറി ഇടുന്നുണ്ട്. നമ്മളിതിന് എരിവായിട്ട് മുളക് പൊടിയൊന്നും അധികം ആഡ് ചെയ്യണില്ല അതിനകത്ത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും കൂടി വേണ്ടതായിരുന്നു, പക്ഷെ മല്ലിയില കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു കുറവ് നികത്താനായിട്ട് ഞാൻ മല്ലിപ്പൊടി ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളിവിടെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. പിന്നെ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകൊന്നും അല്ല കേട്ടോ, ജീരകമാണ്. ജീരകം ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ജീരകം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവട്ടെ ഈ കറിക്ക്. നല്ല ജീരകം ഇട്ട് കൊടുത്താൽ അത് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേട്ടന കളിയാക്കിയിട്ടാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. ജീരകം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വന്നു കഴിയുമ്പോൾ ഈ കറിക്കൊരു നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. എനിക്ക് നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടില്ലേ, വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി സബോള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സബോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സബോള ഒന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് വഴുതനങ്ങ കേട്ടോ. അതിടാൻ ടൈം ആവുന്നുള്ളൂ. നമുക്ക് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരാനായിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടൈമിലാട്ടോ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കണ്ടായിരുന്നു. ഇവിടെ മല്ലിയില കിട്ടാത്തത് കൊണ്ടാണ്, അതിൻ്റെ ഒരു കുറവ് നിർത്താനായിട്ടാണ് ഇവിടെ മല്ലിപ്പൊടി ഞങ്ങൾ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഗരം മസാല ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ പെരിഞ്ജീരകം ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുത്ത വഴുതനങ്ങയും പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ മാറാനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർത്ത ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കുഞ്ഞ് കഷ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ആലോചിച്ചില്ല, ഇതുപോലൊരു ചോപ്പർ എടുത്ത് അതിലിട്ട് ചോപ്പ് ചെയ്തിട്ടു. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും.
എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. എനിക്ക് നിങ്ങളോട് 2 ദിവസമായി വീഡിയോ ഒന്നും ഇടാനായിട്ട് തോന്നണില്ല. നിങ്ങൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യൂസൊക്കെ കുറയണം, വാച്ച് ടൈമൊക്കെ കുറയണം. അത് നമ്മുടെ ചാനലിനെ ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായാലേ എനിക്ക് വീഡിയോസൊക്കെ ഇടാനും ഒക്കെ കഴിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിക്കുള്ള മാവും കൂടിയും കുഴച്ച് വെച്ചു കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വിഭവമായി കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.